വ്യാജനിൽ അല്പം കാര്യമുണ്ടോ? യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ച കേസിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടാൻ ശുപാർശ. സംസ്ഥാന വ്യാപകമായി വ്യാജ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ചതായി കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ ശുപാർശ വരുന്നത്. അന്വേഷണം സിബിഐക്ക് വിടണമെന്ന ഹർജി ഹൈക്കോടതിയും ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിൽ പോലീസ് പുതിയ കേസും എടുത്തിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ രേഖ വിവാദത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിലാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് പുതിയ കേസെടുത്തത്. കേസിൽ ആരെയും പ്രതി ചേർത്തിട്ടില്ല. വ്യാജ ID കാർഡ് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി ലഭിച്ചിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ വ്യാപകമായി തെരഞ്ഞെടുപ്പ് ID കാർഡ് വ്യാജമായി നിർമ്മിച്ചതായി കണ്ടെത്തി. ഇതിൽ അന്വേഷണം വേണമെന്നായിരുന്നു കമ്മീഷന്റെ പരാതി. ഈ കാർഡുകൾ പൊതു തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന ആശങ്കയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. കേസിന്റെ ഗൗരവം കണക്കിലെടുത്താണ് നിലവിലെ അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ശുപാർശ ചെയ്തത്. വ്യാജ ID കാർഡ് ഉപയോഗിച്ചത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണെന്നും അന്വേഷണം CBIക്ക് വിടണമെന്നുമുള്ള ഹർജിയാണ് ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചത്. ഇക്കാര്യത്തിൽ DGPയോട് ഹൈക്കോടതി വിശദീകരണം തേടി. അതേസമയം ഹർജി ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കാൻ ഹൈക്കോടതി മാറ്റി. 24 തിരുവനന്തപുരം. തൃക്കാക്കര നഗരസഭ വൈസ് ചെയർമാൻ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് പരാതി. മുസ്ലിം ലീഗിന്റെ PM യൂനസിനെതിരെ സ്വന്തം പാർട്ടിയിലെ കൗൺസിലർ സജിന അക്ബറാണ് രംഗത്തെത്തിയത്. പരാതി നൽകി. പരാതിയുടെ പകർപ്പ് 24-ന് ലഭിച്ചു. ഈ മാസം 13-ന് നഗരസഭാ ഓഫീസിൽ വെച്ച് വൈസ് ചെയർമാൻ അപമാനിച്ചുവെന്നാണ് വനിതാ കൗൺസിലർ തൃക്കാക്കര പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. വാർഡിലെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടയിൽ മോശം വാക്കുകൾ ഉപയോഗിച്ചുവെന്നാണ് പരാതി. നഗരസഭാ ചെയർപേഴ്സന്റെ ക്യാബിനിൽ വെച്ചായിരുന്നു സെക്രട്ടറി ഉൾപ്പെടെ കേട്ടുനിൽക്കെ അശ്ലീലം കലർന്ന വാക്കുകൾ ഉപയോഗിച്ച് സംസാരിച്ചതെന്നും പരാതിയിൽ പറയുന്നു. പരാതി ലഭിച്ചതായും സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായും തൃക്കാക്കര CI അറിയിച്ചു. പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവാസ്തവമാണെന്ന് PM യൂനിസിന്റെ പ്രതികരണം. S. ശ്യാംകുമാർ, 24, കൊച്ചി.